നമസ്കാരം. ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് +2 ക്ലാസ്സിലെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കാനിടയുള്ള തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. So first topic is state the meaning and features of computerized accounting system. എന്താണ് computerized accounting system എന്ന് നോക്കാം. A system that processes accounting raw data to transform into reports, statements, schedules as required by the users. അക്കൗണ്ടിങ് ഡാറ്റയാണ് ഇൻഫർമേഷൻ ആക്കി മാറ്റുക. ഇൻഫർമേഷൻ എന്തിൻ്റെ രൂപത്തിലുള്ളത്? റിപ്പോർട്ടിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഷെഡ്യൂളിൻ്റെയും. ഇനി വേറെ രീതി പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഓഫ് അക്കൗണ്ടിങ് ഫംഗ്ഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? കോസ്റ്റ് അഡ്വാൻറ്റേജ്. CAS എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. മോർ എഫിഷ്യൻറ്റ് ദാൻ പേപ്പർ ബേസ്ഡ് അക്കൗണ്ടിങ് ആസ് work will be done faster and time will be saved. അതാണ് ഒന്നാമത് കോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ്. ടൈമുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ചിലവ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ്. കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം accounting is easy and integrated with the various functions of business such as sales, finance, purchases, അഡ്മിനിസ്ട്രേഷൻ എക്സെട്ര. ഇതൊക്കെ ബന്ധപ്പെട്ട് വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫങ്ഷനിങ്, അതേസമയം സിമ്പിളുമാണ്. അതായത് പർച്ചേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പലതരം ബിസിനസ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്യാൻ CASന് സാധിക്കും. ആക്യുറസി ആൻഡ് സ്പീഡ്. Computerized accounting has user-defined templates which provides fast, accurate data entry of the transactions. The reports are readily available with the data entry. വളരെ കൃത്യതയും വേഗതയും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് അവകാശപ്പെടാവുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. സെക്യൂരിറ്റി. ഡാറ്റ സേഫ് ഫ്രം നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. സേഫ് ആണ് ഡാറ്റ, നല്ലൊരു പരിധിവരെ സേഫാണ്. നാച്ചുറൽ ആയിട്ടുള്ളതും അതേപോലെ മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ ഡിസാസ്റ്ററിനും എല്ലാവിധ മാനിപ്പുലേഷൻസ് നിന്നൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ CASന് സാധിക്കുന്നു. റിലയബിലിറ്റി. Computerized accounting makes sure that the critical financial information is accurate, controlled and safe from data corruption. അപ്പോൾ ഡാറ്റ കറപ്റ്റഡ് ആവില്ല, അല്ലെങ്കിൽ അതിൽ മാനിപ്പുലേഷൻസ്, തകരാറുകൾ, ബോധപൂർവവും അല്ലാതെയുമുള്ള തകരാറുകൾ വരുത്താൻ സാധിക്കില്ല എന്ന് നല്ലൊരു പരിധിവരെ ഉറപ്പുവരുത്താൻ CASന് സാധിക്കും. അതുകൊണ്ട് തന്നെ CAS റിലയബിൾ ആണ്, ഡിപ്പെൻഡബിൾ ആണ്. അടുത്തത് സ്കെയിലബിലിറ്റി. CAS can be implemented in all types of business organization. അതേപോലെ any volume of data can be managed with the help of CAS. അതേപോലെ പറഞ്ഞതിനർത്ഥം മനസ്സിലായോ? സ്കെയിലബിൾ ആണ്. എത്ര സ്ഥാപനങ്ങളുടെ വേണമെങ്കിലും എത്ര വോളിയം ഓഫ് ഡാറ്റ വേണമെങ്കിലും മാനേജ് ചെയ്യാൻ സാധിക്കും എന്നത് അതിൻ്റെ തനതായ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. മാനുവൽ അക്കൗണ്ടിങ് മാനുവലി പെർഫോമിങ് അക്കൗണ്ടിങ് വർക്ക്സ്, പക്ഷേ ഇവിടെ വർക്ക്സ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ. മാനുവൽ അക്കൗണ്ടിങ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ഓഫ് അക്കൗണ്ട് ഈസ് നോട്ട് പോസിബിൾ, ബട്ട് ഹിയർ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ഈസ് പോസിബിൾ. ഓട്ടോമാറ്റഡ് ആണ് ഇതൊക്കെ. പീരിയോഡിക് റിപ്പോർട്ട്സ് ആർ ഡിഫിക്കൽട്ട് ടു ജനറേറ്റ്. ഇടയ്ക്ക് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ക്യാൻ ഈസിലി ജനറേറ്റ് പീരിയോഡിക് റിപ്പോർട്ട്സ്. മാനുവൽ അക്കൗണ്ടിങ് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷേ ഇവിടെ അത് സ്പീഡിയാണ്. കോമ്പോണൻസ് ഓഫ് CAS. കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ കാണാം. പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. 5 pillars ഓഫ് കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 5 തൂണുകൾ. ഒന്ന് പ്രൊസീജിയർ. നമ്മൾ ലാബിലേക്ക് വേണ്ടി നമ്മൾ എഴുതുന്നത് സീക്വൻഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ്. Logical sequence of accounting task, business transaction, source document, journal entry, ledger, trial balance, adjustment, final accounts. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നു. ഡാറ്റ are raw facts
taken from the source document to input. ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്റ്റിനാണ്, റോ ഫാക്റ്റിനാണ് നമ്മൾ ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഡേറ്റ്, ലെഡ്ജർ ഹെഡ്സ് ടു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്, ഇതൊക്കെയാണ്. People, users of computerized accounting, accountant, data entry operator തുടങ്ങിയവർ. ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് പെരിഫറൽസ്, CPU, ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, നെറ്റ്വർക്ക് എക്സെട്ര, ഇതൊക്കെയാണ് ഹാർഡ്വെയറിൽ വരുന്നത്. സോഫ്റ്റ്വെയർ, system software, Windows, Linux, etc., and application software, Tally, Peachtree, MS Excel, Genu, Kata, etc. ഇതാണ് components. Computerized accounting systemത്തിൻ്റെ 5 components. അടുത്ത നോക്കൂ, മീനിങ്, ഡാറ്റ, ഇൻഫർമേഷൻ. അതിൻ്റെ രണ്ടിൻ്റെ മീനിങ് ഓഫ് ഗ്രൂപ്പിംഗ് ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനിടയുള്ളതാണ്. ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡാറ്റ റെഫേഴ്സ് ടു ഫാക്ട്സ് ഓർ ഫിഗേഴ്സ് that are stored or used by computer. Data when processed becomes information. Data പ്രോസസ്സിന് വിധേയമാക്കുമ്പോൾ ഇൻഫർമേഷനായി മാറുന്നു. ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫാക്ട്സ് ഓർ ഫിഗേഴ്സ് ദാറ്റ് ആർ സ്റ്റോർഡ് ഓർ യൂസ്ഡ് ബൈ കമ്പ്യൂട്ടർ. അതിന് പ്രോസസ്സിങ്ങിന് വിധേയമാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനായി മാറും. അടുത്ത ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്. ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഇസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫൈങ്, തരംതിരിക്കലാണ്, the ledger accounts and organizing them under major heads of accounts. Accounting information can be easily interpreted when the reports are presented, having grouped them in a scientific way. Accounting information എളുപ്പത്തിൽ നമുക്ക് വിവരിക്കാനാവും എപ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ അതിനെ നല്ല സയൻറ്റിഫിക്കായ രീതിയിൽ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്. കോഡിഫിക്കേഷൻ of accounts. Codification means giving an identity to every account by allotting a number or alphabets in hierarchical order. ഒരു കോഡ് കൊടുക്കുക. കോഡ് എന്ന് പറയുന്നത് ഓരോ അക്കൗണ്ടിനും ഒരു കോഡ് കൊടുക്കുക. കോഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആൽഫബറ്റ് ആവാം, അല്ലെങ്കിൽ നമ്പർ ആവാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നാവാം. അപ്പോൾ അതിനാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് സിമിലാരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ അക്കൗണ്ടിനും കോഡ് അസൈൻ ചെയ്യുന്നത്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CAS. അതിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഭയങ്കര റിലവൻ്റ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. പാസ്വേഡ് സെക്യൂരിറ്റി. ഇറ്റ് ഈസ് എ സീക്രട്ട് കീവേഡ് യൂസ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് പേഴ്സൺ ടു ഗെറ്റ് ആക്സസ് ടു കമ്പ്യൂട്ടർ ഫയൽ ഓർ പ്രോഗ്രാം. ഒരു കീവേഡാണ്. അത് നമ്മളൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത ഡാറ്റ ഓഡിറ്റ്. ദിസ് ഫീച്ചർ ഓഫ് CAS helps to fix the responsibility upon a person who have used the computer in a defined period and track changes have been made during this time. ആരാണ്, ഏത് സമയത്താണ്, എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വരുത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ അയാളുടെ മുകളിൽ ഉത്തരവാദിത്തം ചാർത്തി കൊടുക്കാൻ ഈ ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ഫീച്ചർ സഹായിക്കും. അടുത്ത ഡാറ്റ വോൾട്ട്. It helps to maintain confidentiality of information by encrypting the data. ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് വഴി, എൻക്രിപ്റ്റ് ചെയ്യാനാൽ എന്താണ്, അതിൻ്റെ സീക്രട്ട് കോഡ് കൊടുക്കുന്നത് വഴി അതിനെ നമുക്ക് സാധാരണ മനുഷ്യന് വായിക്കാൻ പറ്റാത്ത ഫോർമാറ്റിലേക്ക് മാറ്റുന്ന പ്രോസസ്സ്, അതാണ് ഇവിടെ എൻക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് നമുക്ക് നോക്കാം. മെറിറ്റ്സ് ഓഫ് CAS, അതായത് അഡ്വാൻറ്റേജസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കൂടുമാറിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ. ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ഡിസൈഡ് ഫോർമാറ്റ്. നമുക്ക് ആവശ്യമുള്ള അഭിലഷണീയമായ രൂപത്തിൽ, ഫോർമാറ്റിൽ നമുക്ക് റിപ്പോർട്ട്സും ഇൻഫർമേഷനും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, ഉണ്ടാക്കാൻ സാധിക്കും. ഓൾട്ടറേഷൻസ് ആൻഡ് അഡീഷൻസ് ഇൻ ട്രാൻസാക്ഷൻസ് ആർ ഈസി ആൻഡ് ഗീവ്സ് ചേഞ്ച് റിസൾട്ട്സ് ഇൻസ്റ്റൻ്റ്ലി. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾട്ടറേഷൻസ്, മാറ്റങ്ങൾ വരുത്താം, കൂട്ടിച്ചേർക്കലുകൾ, ഒഴിവാക്കലുകളൊക്കെ നമുക്ക് നടത്താം. നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് വളരെ പെട്ടെന്നായിട്ട് ഇൻസ്റ്റൻ്റ്ലി അവൈൽ ചെയ്യാനാവും. എൻഷോഴ്സ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ സിസ്റ്റം. മൊത്തം അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ മുകളിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള നിയന്ത്രണം ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ലെസ് കോസ്റ്റ്ലി ഇൻ പ്രോസസ്സിംഗ് ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ. അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് വളരെ ചിലവ് കുറയുന്നു. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്. അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. എന്നാലും ഇതൊക്കെ ഒരു പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പരിമിതികളുണ്ട്, ഡിമെറിറ്റ്സ് അഥവാ ലിമിറ്റേഷൻസ്. ഫാസ്റ്റർ obsolescence of technology necessitates investment in short period of time.
വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ലോകത്തുള്ളത്. അപ്പോൾ ഓരോ മാറ്റത്തിനനുസരിച്ച് നമുക്ക് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും മാറ്റേണ്ടി വരും. അപ്പോൾ അത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് വഴിയൊരുക്കും. Data may be lost or corrupted due to power interruptions. വൈദ്യുതിയിൽ വരുന്ന മാറ്റങ്ങൾ, വൈദ്യുതി പെട്ടെന്ന് പോകുന്നത്, കറണ്ട് കട്ടും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടാനും അതിൽ മാനിപ്പുലേഷൻസ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അടുത്ത ഡാറ്റ മേ ബി ഹൈജാക്ട്. നമ്മൾ കമ്പ്യൂട്ടർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പിന്നെ ഹാക്കേഴ്സ് ചിലപ്പോൾ ഹൈജാക്ക് ചെയ്യും. അൺപ്രോഗ്രാംഡ് ഓർ അൺസ്പെസിഫൈഡ് റിപ്പോർട്ട്സ് കനോട്ട് ബി ജനറേറ്റഡ്. ഇത് നമ്മൾ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റിലൊക്കെ നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ വേറൊരു ആവശ്യം നമുക്ക് വരുന്നു, ആ സമയത്ത് നമ്മൾ വേറൊരു ഫോർമാറ്റിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ ഇതൊന്നും കിട്ടില്ല എന്നുള്ള ഒരു ഡിഫക്റ്റും കൂടി ഉണ്ട്. ടൈപ്സ് ഓഫ് കോഡ്സ് ഇൻ CAS. നമ്മൾ നേരത്തെ കോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കോഡ്സ് ഉള്ളത്? ഒന്ന് സീക്വൻഷ്യൽ കോഡ്. The code is sequential when each succeeding code is one number greater than the preceding code. അതായത് 1, 2, 3, 4 ഈ ഒരു ഓർഡറിൽ നമ്മൾ കോഡുകൾ നമുക്ക് ഉണ്ടാക്കാം. These codes are primarily applied to source documents such as invoice, checks, etc. ഈ സോഴ്സ് ഡോക്യുമെൻറ്റിനാണ് സാധാരണ ഇത്തരം കോഡുകൾ കൊടുക്കാറുള്ളത്, അതായത് ബില്ല്, ചെക്ക് തുടങ്ങിയവയ്ക്ക്. അടുത്ത് നോക്കൂ, ബ്ലോക്ക് കോഡ്സ്. ഇൻ ബ്ലോക്ക് കോഡ് എ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഈസ് പാർട്ടീഷൻഡ് into desired number of subranges and each subrange is allotted to a specified group. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് 001 മുതൽ 500 വരെയുള്ള അക്കൗണ്ട്സ് ആണ് അതിൽ വരുന്നത്. അടുത്ത് നമുക്ക് 501 to 1000 അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. 1001 to 1005 ഡയറക്റ്റ് ഇൻകം ആണ്. 1501 to 2000 ഇൻഡയറക്റ്റ് ഇൻകം. അപ്പോൾ ആ ഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ള ഗ്രൂപ്പിൽ ഈ നമ്പറുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനാണ് ബ്ലോക്ക് കോഡ്. ഒരു ബ്ലോക്ക് ഡയറക്റ്റ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്ത് നോക്കൂ, mnemonic code. A mnemonic code consists of alphabets or abbreviations as symbols to codify an account. ഒരു അക്കൗണ്ടിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അബ്രീവിയേറ്റഡ് ഫോം കൊടുക്കും, ചുരുക്കെഴുത്ത് കൊടുക്കും. സാലറി അക്കൗണ്ട് ക്യാൻ ബി കോഡഡ് ആസ് SLR, ബിൽഡിംഗ് അക്കൗണ്ട് ക്യാൻ ബി കോഡഡ് ആസ് PLD ആൻഡ് സോ ഓൺ. ഈ രീതി അവലംബിക്കുമ്പോൾ അതിനെ നമ്മൾ ന്യൂമോണിക് കോഡ് എന്ന് വിളിക്കുന്നു. അടുത്ത meaning and features of spreadsheet or LibreOffice Calc. LibreOffice Calc എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് ആണ്. നോക്കൂ, സ്പ്രെഡ്ഷീറ്റ് ഈസ് എ ലാർജ് ഷീറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ റോസ് ആൻഡ് കോളംസ് ഇൻ വിച്ച് എനി ഡാറ്റ ക്യാൻ ബി എൻറ്റേർഡ്. അതാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ, റോയും കോളവുമുള്ള ഒരു ലാർജ് ഷീറ്റ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് LibreOffice Calc, MS Office, Excel, OpenOffice, Spreadsheet, etc. are examples of spreadsheet software. LibreOffice Calc provides a wide variety of formula and functions that can be used to perform complex calculations. വളരെ സങ്കീർണമായ കാൽക്കുലേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് LibreOffice Calc പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് LibreOffice പാക്കേജ്, which is free and open source software under the General Public License GPL. LibreOffice Calc is available for a variety of platforms including Linux, OS X, Microsoft Windows and FreeBSD. ഇതിലൊക്കെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ അത് നമുക്ക് LibreOffice Calc നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് LibreOffice Calc എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കാം. Easy calculations. The software provides a lot of tools with which one can perform even complex calculations on different data spread across sheets with ease. വളരെ ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് നടത്താം. വാട്ട് ഇഫ് calculations. This lets users to predict what will happen if certain condition changes. എന്താണ് സംഭവിക്കുക ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫോർ ഇൻസ്റ്റൻസ്, യു ക്യാൻ സീ ഹൗ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് എഫക്ട്സ് ദി ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ലോൺ. ഒരു ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഓരോ മാസം കൊടുക്കേണ്ട തുക മാറുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതനുസരിച്ച് മാറുന്നതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആസ് എ ഡാറ്റാബേസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. എ സ്പ്രെഡ്ഷീറ്റ് also performs the functions of a database. Even a huge volume of data can be organized, stored, and filtered without much efforts. This program allows storing any number of data in different sheets. ഒരു ഡാറ്റാബേസ് സ്റ്റോറേജ് ഫെസിലിറ്റി നൽകുന്നു. അറേഞ്ചിങ് ഡാറ്റ,
The data stored in spreadsheet can be organized or reorganized according to the needs of the users. We can also apply formatting, sorting, and filtering functions to customize as per the requirements. Arrangement of data easy. At the dynamic charts, the inbuilt charts and graphs provide versatility in presenting the data and in an appealing manner. Different types of charts are available in the application which cater to the various needs of the users. അപ്പോൾ ചാർട്ടും ഗ്രാഫും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നത് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് നമുക്ക് പറയാനാവും. അടുത്ത കോമ്പോണൻസ് ഓഫ് ലിബ്രിയോഫീസ് കാൽക്ക്. എന്തൊക്കെ കോമ്പോണൻസ് ആണ് ലിബ്രിയോഫീസ് കാൽക്കിലുള്ളതാണ്? ഒന്ന് റോ ആൻഡ് കോളംസ്. Rows are numbered numerically from the top to bottom. Columns are referred by alpha character from left to right, ABCD. That is 1, 2. Cell. The intersection point of row and column is called a cell. എന്നാണ് cell എന്ന് വിളിക്കുന്നത്. കൂടിച്ചേരുന്ന ഇടം. റോയും കോളവും കൂടിച്ചേരുന്ന ഇടം. A cell is identified by a combination of letter and number. Example A1. Rows and columns. In Calc, റോ എത്രയുണ്ട്, നമ്മുടെ നമ്പർ ഉണ്ട്, അതേപോലെ കോളംസും എത്രയാണ്. ഇത് 10,48,576 റോസും കോളംസ് 1,024. Range is a group or block of cells that are highlighted in worksheet. A range may contain just a single cell or many cells. അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഒരു വർക്ക്ഷീറ്റിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇടം. സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസ്. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണുള്ളത്? ഓപ്പൺ വർക്ക്ഷീറ്റ്, സേവ് എ വർക്ക്ഷീറ്റ്, ക്ലോസ് വർക്ക്ഷീറ്റ്, ക്വിറ്റ് LibreOffice Calc, rename worksheet, insert a new worksheet തുടങ്ങിയ ഓപ്പറേഷൻസ് ആണ് പ്രധാനമായിട്ട് സ്പ്രെഡ്ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് മീനിങ് ഓഫ് സെൽ ആൻഡ് സെൽ റെഫറൻസ്. സെൽ എന്ന് പറയുന്നത് ഈച്ച് റെക്ടാങ്കുലർ ബോക്സ് ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് റെഫേർഡ് ടു ആസ് എ സെൽ. In other words, a cell is the intersection point of a column and row. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കോളവും റോയും തമ്മിൽ കൂടിച്ചേരുന്ന ഇടം. ഡാറ്റ എൻറ്റേർഡ് ഇൻ ടു എക്സൽ ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ എ സെൽ. നമ്മൾ ഡാറ്റ എവിടേക്കാണ് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത്? സെല്ലിലേക്കാണ്. അപ്പോൾ സെൽ റെഫറൻസ് പറയുന്നത് എന്താണ്? എ സെൽ റെഫറൻസ് ഓർ സെൽ അഡ്രസ് കൺസിസ്റ്റ് ഓഫ് ദി കോളം ലെറ്റർ ആൻഡ് റോ നമ്പർ ദാറ്റ് ഇന്റർസെക്ട് അറ്റ് ദി സെൽസ് ലൊക്കേഷൻ. എക്സാമ്പിൾ A1, A കോളം ഫസ്റ്റ് റോ, B5, B കോളം ഫിഫ്ത്ത് റോ. ഈ രീതിയിൽ നമുക്ക് സെൽ റെഫറൻസ് എഴുതാൻ സാധിക്കും. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇതിൽ ഓരോന്നിനും എക്സാമ്പിൾസും ഈ ഭാഗത്തുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ LibreOffice Calc. എന്തൊക്കെ ഫങ്ഷൻസ് ആണുള്ളത്? ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ, ലുക്കപ്പ് ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. ഇതിൽ ഓരോന്നിൻ്റെയും എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വൃത്തിയായിട്ട് എഴുതി വെക്കുക, പഠിക്കുക. ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് പേറോൾ അക്കൗണ്ടിങ്? പേറോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ശമ്പളവുമായി ബന്ധപ്പെട്ടാണ്. ഇൻ അക്കൗണ്ടിങ്, പേറോൾ റെഫേഴ്സ് ടു ദി എമൗണ്ട് പെയ്ഡ് ടു എംപ്ലോയീസ് for the services they provide during a certain period of time. In a company, payroll is the sum of all financial records of an employee's salaries or wages, allowance, houses, bonuses and deductions. അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പേറോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആളുകൾക്ക് ശമ്പളവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അതുമായി ബന്ധപ്പെട്ട അവരുടെ അവർക്ക് കൊടുക്കുന്നതും അവരുടെ ഡിഡക്ഷൻസും അതിൻ്റെ ഭാഗമായി വരുന്നു. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ഉള്ളതാണ്. ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, എഡ്യൂക്കേഷണൽ അലവൻസ്, എനി അതർ ഏർണിങ്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രൊഫഷണൽ ടാക്സ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഡീഡക്ഷൻസ് ആണ്. ഇത് അവർക്ക് കിട്ടുന്നതാണ്. ഇത് അവരുടെ ശമ്പളത്തിന് കുറയ്ക്കുന്നതാണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, റിക്കവറി ഇൻസ്റ്റാൾമെൻറ്റ്സ്, എനി അതർ ഡിഡക്ഷൻ. നെറ്റ് പേ എന്ന് പറയുന്നത് ഗ്രോസ് പേ എന്ന് ഇതിന്ന് കൂട്ടിയതെന്ന് ഇത് മൈനസ് ചെയ്യണം. ടോട്ടൽ ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. ഗ്രോസ് പേ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ്. ബേസിക് പ്ലസ് DA പ്ലസ് HRA പ്ലസ് TA പ്ലസ് അതർ അലവൻസ്. അടുത്ത അസറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന്? സം ഫിക്സ്ഡ് അസറ്റ് ഈസ് സബ്ജക്ട് ടു ഡിക്ലൈൻ ഇറ്റ്സ് വാല്യൂ ഡ്യൂ ടു സെവറൽ കോസസ് വിച്ച് ഈസ് കോമൺലി കോൾഡ് ഡിപ്രീസിയേഷൻ. മോസ്റ്റ് പോപ്പുലർ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ആർ ദി ഫോളോയിങ്. അസറ്റുമായി ബന്ധപ്പെട്ടാണ് അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നത്. അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാവുന്ന പോലെ രണ്ട് പ്രധാന മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് സ്ട്രേറ്റ് ലൈൻ മെത്തേഡും മറ്റൊന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. അതെങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് നോക്കാം. SLN, കോസ്റ്റ്, സാൽവേജ്, ലൈഫ്.
കോസ്റ്റ്, അക്വിസിഷൻ കോസ്റ്റ്, സാൽവേജ്, ദ റെസിജ്വൽ ലെഫ്റ്റ് ആഫ്റ്റർ, അതായത് തൂക്കി വെക്കുമ്പോൾ കിട്ടുന്ന വില അതിൻ്റെ എഫക്റ്റീവായിട്ട് ലൈഫിന് ശേഷം, ലൈഫ് അതിൻ്റെ യൂസ്ഫുൾ വർക്കിംഗ് പീരീഡ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഡിപ്രീഷിയബിൾ എമൗണ്ട് ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. ടോട്ടൽ ഡിപ്രീഷിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത് അക്വിസിഷൻ കോസ്റ്റ് മൈനസ് സാൽവേജ് വാല്യൂ. അക്വിസിഷൻ കോസ്റ്റ് എന്നാണ് പർച്ചേസ് പ്രൈസ് പ്ലസ് കാരേജ് പ്ലസ് ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഇവിടെയുള്ള സിൻടാക്സ് DB എന്നാണ്. ഡിപ്രീസിയേഷൻ ഈ ഡിമിനിഷിങ് ബാലൻസിന് പകരം അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിന് പകരമാണ് നമ്മൾ എഴുതുന്നത് DB. കോസ്റ്റ്, സാൽവേജ്, ലൈഫ്, പീരീഡ്, മന്ത്, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് സിൻടാക്സ്. Now, elements or components of graph. A graph is a pictorial presentation of data. ഒരു ഡാറ്റേനെ പിക്ചോറിയൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ചാർട്ട് ഈസ് നോൺ ആസ് ചാർട്ട് എലിമെൻറ്റ്സ്. ദീസ് ഓൾ പാർട്സ് മേക്കപ്പ് ചാർട്ട്. ചാർട്ടിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്ന് ചാർട്ട് ഏരിയ, പ്ലോട്ട് ഏരിയ, ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഡാറ്റ ലേബൽസ്, ഗ്രിഡ് ലൈൻസ്, ചാർട്ട് ടൈറ്റിൽ, ലെജൻഡ്. അടുത്തത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ഇത് ഒന്ന് കൃത്യമായി അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്? ചാർട്ടിൻ്റെയും ഗ്രാഫിൻ്റെയും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്ന്, ആക്സെപ്റ്റബിലിറ്റി. എല്ലാ ആളുകളും ഒരുപോലെ തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. തിരക്ക് പിടിച്ച ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കമ്പാരിറ്റീവ്, തമ്മിൽ താരതമ്യ പഠനത്തിന് വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. ലെസ് കോസ്റ്റ്, ഇത് പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ സമയം ലാഭിക്കാനും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. സമയം എന്ന് പറഞ്ഞാൽ പണമാണ്, ആ രീതിയിൽ പണവും ലാഭിക്കാൻ നമുക്ക് സാധിക്കും. ഇത് വളരെ അട്രാക്റ്റീവായ രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, എളുപ്പം ആളുകളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണിത്. പെട്ടെന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഗുണം. ഇല്ലിറ്ററേറ്റ് ഓഡിയൻസിന് പോലും, അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഗ്രാഫും ചാർട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ. ലെസ് എഫേർട്ട് ആൻഡ് ടൈം, നമുക്ക് പ്രയത്നം വളരെ കുറവാണ്, കാരണം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അടുത്ത് ലെസ് എറർ, തെറ്റുകൾ പറ്റാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നന്നായി പഠിക്കുക. ജനു ഖാത്ത ഹാസ് ദി ഫോളോയിങ്. നമ്മൾ ജനു ഖാത്തയിലേക്ക് കിടക്കുകയാണ്. പ്രീ ഡിഫൈൻഡ് വൗച്ചർ ടൈപ്പ്. ജനു ഖാത്തയിലുള്ള വൗച്ചർ ടൈപ്പ് താഴെ പറയുന്നതാണ്. ഒന്ന്, കോൺട്രാ വൗച്ചർ, ഡിപ്പോസിറ്റ് ഓർ വിഡ്രോവൽ ഓഫ് ക്യാഷ്. എന്താണ് കോൺട്രാ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബാങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും. പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ കാശ് കൊടുക്കുന്നത് ബാങ്ക് വഴിയാവാം, ക്യാഷ് ആയിട്ടും ആവാം. റെസിറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടുന്നതും അല്ലെങ്കിൽ ചെക്ക് കിട്ടുന്നത്. ജേണൽ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കൊല്ലം പഠിച്ച ജേണൽ പ്രോപ്പറാണ്. മറ്റേതിലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇതിൽ ഈ സ്പെഷ്യൽ ജേണൽ എഴുതുന്നത്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഓർ ട്രാൻസ്ഫറിങ് എൻട്രീസ്, അതേപോലെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. സെയിൽ ട്രാൻസാക്ഷൻ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് പർച്ചേസ്. ഡെബിറ്റ് നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. റിഡക്ഷൻ ഇൻ പ്രൈസ് ഗിവൺ ബൈ സപ്ലയർ. സപ്ലയർ വില കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഡെബിറ്റ് നോട്ട്. അതായത് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡെബിറ്റ് നോട്ട്? പർച്ചേസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്രെഡിറ്റ് നോട്ട്, റിഡക്ഷൻ പ്രൈസ് ചാർജ് ടു എ കസ്റ്റമർ, സെയിൽസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അതിന് വേറെയുള്ള വാക്കുകൾ, ഇത് റിഡക്ഷനാണ്. ഇത് തിരിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് സാധനങ്ങൾ തിരിച്ചു വരികയോ തിരിച്ചു പോവുകയോ ചെയ്യുന്നതാണ്. സെയിൽസ് റിട്ടേൺ, റിട്ടേൺ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ എ കസ്റ്റമർ. പർച്ചേസ് റിട്ടേൺ, റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു എ സപ്ലയർ. അടുത്ത സ്റ്റെപ്സ് ഇൻ ലെഡ്ജർ ക്രിയേഷൻ. ലെഡ്ജർ ക്രിയേഷനായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സ്റ്റെപ്പാണ്? മാസ്റ്റർ മെനു പോവുക, അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എടുക്കുക, സെലക്ട് ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, എൻ്റർ അക്കൗണ്ട് നെയിം ആൻഡ് ഓപ്പണിംഗ് ബാലൻസ്, സേവ്. ഇതാണ് എൻ്റെ പ്രൊസീജിയർ. ലെഡ്ജർ അക്കൗണ്ട് ഷോ ചെയ്യാനുള്ളത് റിപ്പോർട്ട്, ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ്. ആൾട്ടർ ചെയ്യാനുള്ളത്, ചേഞ്ച് ചെയ്യാൻ, അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ മാസ്റ്ററിൽ എഡിറ്റ് മെനു പോവുക, സെലക്ട് ലെഡ്ജർ, എഡിറ്റ്, എൻ്റർ ന്യൂ നെയിം ഓഫ് അക്കൗണ്ട്, സേവ്. അടുത്തത് ഡിലീറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാസ്റ്റർ, എഡിറ്റ് മെനു, സെലക്ട് ലെഡ്ജർ, ഡിലീറ്റ്, യെസ്. That's method. When an organization is created in Jinukata, the following system generated accounts appear. താഴെ പറയുന്ന അക്കൗണ്ട്സ് ആണ് കാണിക്കുക. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ജനുക്കാത്ത നമുക്ക് സമ്മാനിക്കുന്ന അവിടെ ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ ഉള്ള അക്കൗണ്ട്സ് ആണ് 4 എണ്ണം. ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം, ഏതൊക്കെയാണ് 4 ബൈ ഡിഫോൾട്ടുള്ള ഓട്ടോമാറ്റിക്കലി അവിടെ ജനുക്കാത്ത നമുക്ക് നൽകുന്ന അക്കൗണ്ട്സ്? ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. ഈ 4 എണ്ണമാണ് പ്രധാനമായിട്ടും ജനുക്കാത്ത നമുക്ക് സമ്മാനിക്കുന്നത്.
ഇത് നമ്മൾ വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വൗച്ചർ എൻട്രിയുടെ പ്രൊസീജിയറാണ്. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ത്രൂ വൗച്ചർ ഇസ് കോൾഡ് വൗച്ചർ എൻട്രി. വൗച്ചർ സെലക്ട് ചെയ്യുക, അവിടുന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൗച്ചർ സെലക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് വെക്കുക. പിന്നെ വൗച്ചർ മോഡിഫൈ ആണെങ്കിൽ വൗച്ചർ മെനു പോവുക, അവിടുന്ന് ഫൈൻഡ് എഡിറ്റ് വൗച്ചർ എന്നുള്ള പാത്ത് വഴി പോയിട്ട് നമുക്ക് അവിടെ മാറ്റങ്ങൾ വരുത്താനാവും. ഹിയർ വി ക്യാൻ സെർച്ച് വൗച്ചർ ബൈ ദി ഫോളോയിങ് ക്രൈറ്റീരിയ. വൗച്ചർ നമ്പർ വഴി ഉപയോഗിച്ച് ടൈപ്പ്, എമൗണ്ട്, ടൈം ഇൻ്റർവൽ, നരേഷൻ ഉപയോഗിച്ച് നമുക്ക് വൗച്ചർ നമുക്ക് കണ്ടെത്താനാവും. എഡിറ്റിംഗ്, ഡിലീറ്റിംഗ് വൗച്ചർ അതിനുള്ള പാത്താണ് വൗച്ചർ. ഫൈൻഡ്, എഡിറ്റ് വൗച്ചർ, സെലക്ട് ക്രൈറ്റീരിയ, സെർച്ച്, എൻ്റർ, എഡിറ്റ്, ഡിലീറ്റ്. അടുത്തത് റിപ്പോർട്ട്സ്. നമുക്ക് ട്രയൽ ബാലൻസും ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കാണിക്കാനുള്ളത്. റിപ്പോർട്ട്സ് ഈസ് യൂസ് ടു വ്യൂ. ഈ റിപ്പോർട്ട് മെനു എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു വ്യൂ റിപ്പോർട്ട്സ് സച്ച് എസ് ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട് കാണാനാണെങ്കിൽ റിപ്പോർട്ട് മെനുവിൽ ലെഡ്ജർ എടുക്കുക, സെലക്ട് അക്കൗണ്ട്, സെറ്റ് ദ ഡേറ്റ്, വ്യൂ. ട്രയൽ ബാലൻസ് ആണെങ്കിൽ റിപ്പോർട്ട്, ട്രയൽ ബാലൻസ്, സെറ്റ് ദ ഡേറ്റ്, വ്യൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ റിപ്പോർട്ട് മെനു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സെറ്റ് ദ ഡേറ്റ്, വ്യൂ. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ സെയിം, റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ്, സെറ്റ് ദി ഡേറ്റ്, വ്യൂ. കോമ്പോണൻസ് ഓഫ് ബേസ്. അടുത്ത ചാപ്റ്ററാണ് കോമ്പോണൻസ് ഓഫ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ എക്സ്പാൻഷനും ചോദിച്ചേക്കാം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കോമ്പോണൻസ് എന്തൊക്കെയാണ്? ഒന്ന് ടേബിൾ, റോസ് ആൻഡ് കോളംസ് ടു റിപ്രസെൻറ്റ് ഡാറ്റ ഇൻ ദി ഡാറ്റാബേസ്, റേദർ ലൈക്ക് സ്പ്രെഡ്ഷീറ്റ്. Query, make a request to database asking to find for you some data are stored in ഡാറ്റാബേസ്. ഡാറ്റാബേസിലുള്ള നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഇങ്ങോട്ട് റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കമാൻഡാണ് ക്വറി എന്ന് പറയുന്നത്. ക്വറി എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തും, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷന് വേണ്ടിയുള്ള അന്വേഷണം. ഫോം, ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് വിച്ച് അലൗസ് ദ യൂസർ ടു ഡിസ്പ്ലേ ദ ഡാറ്റ ഇൻ ടേബിൾ ഓർ ക്വറി. ത്രൂ ഫോം ദ യൂസർ ക്യാൻ ആഡ് ന്യൂ ഡാറ്റ ടു ദ ടേബിൾ, ഡിലീറ്റ് ഓർ എഡിറ്റ് എക്സിസ്റ്റിംഗ് ഡാറ്റ. ഇത് ഫോം എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ഒരു ഇൻ്റർഫേസിലൂടെ യൂസർക്ക് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്നതാണ്. അടുത്ത റിപ്പോർട്ട്, ഇറ്റ് ഈസ് യൂസ് ടു പ്രസൻറ്റ് എ സെലക്റ്റഡ് സെറ്റ് ഓഫ് കണ്ടൻസ് ഫ്രം ഡാറ്റാബേസ് ഇൻ എ ഫോമാറ്റ് ദാറ്റ് ഈസ് ഈസിലി റീഡബിൾ. റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 4 കോമ്പോണൻസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഡാറ്റാബേസിൽ ചോദിക്കാനിടയുള്ള ചോദ്യമാണ്. ടേബിൾ, ക്വറി, ഫോം, റിപ്പോർട്ട്. അടുത്ത പ്രൊസീജിയർ, പ്രിപ്പറേഷൻ ഓഫ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ. എന്തൊക്കെ വഴികളിലൂടെയാണ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒന്ന്, ക്ലിക്ക് ടേബിൾസ് ഫ്രം ഡാറ്റാബേസ് പെയിൻ, ക്ലിക്ക് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ. അത്രയും ഓപ്ഷൻസ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ദ ഡിസൈൻ വ്യൂ ഓഫ് ദി ന്യൂ ടേബിൾ വിൽ അപ്പിയർ ഇൻ ദി വർക്കിംഗ് ഏരിയ ഓഫ് വിൻഡോ. ഇൻ ഡിസൈൻ വ്യൂ വി ക്യാൻ സീ 3 കോളംസ്, നെയിംലി ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ കാണാനാവും. ഇവിടെ എന്താ എഴുതിയത് നോക്കൂ, എംപ്ലോയി ID, അവ നമ്പർ, അവിടെ ആ ഒരു അതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ട നമ്പറാണ് ന്യൂമറിക്, എംപ്ലോയി ID. In the design view, we can now create a required fields for our table. Click on field name, cell, and enter field name for each data field. Example, employee ID. Enter new fields from top to bottom. Right-click on the field name required to set as unique identifier for the table. Select primary key option from the top menu. Primary key എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടും, അത് നമുക്ക് സെലക്ട് ചെയ്യാം. In the field type, we can select appropriate field type from the combo box from each field. In description field, we can enter a brief description of each attribute. It is optional. Besides the field type, there are several other properties that can be set independently for each field. Appears as field properties as at bottom part of the design view. These parameters of field will vary with the choice of data type. Save the table by providing table name and again save the database by clicking menu or tool. ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആവർത്തിച്ച് കാണുക, പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വ്യൂ ചെയ്യുക, എഴുതി വെക്കുക, എന്നിട്ട് സമയമെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു.